കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധവാരത്തോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴി നടത്തപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച കുരിശിന്റെ വഴി ദൃശ്യ ആവിഷ്കാരത്തോടു കൂടിയാണ് നടത്തപ്പെട്ടത്. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളും കുടുംബ യൂണിറ്റുകൾ ചേർന്ന് വളരെ ഭക്തിസാന്ദ്രമായി പുനരാവിഷ്കരണം ചെയ്തു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിക്ക് വികാരി ഫാദർ ജോയ് ചക്കാലക്കൽ, വൈദികർ, സിസ്റ്റേഴ്സ്, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ആ വേദനയും ഒക്കെ നമ്മൾ ഓർത്ത് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെയും കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു അവസരമാണ്. നോൻപും പ്രാർത്ഥനയും ഒക്കെയായിട്ട് നമ്മൾ ഒരുങ്ങുകയായിരുന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് ഇടവകയിൽ ഇന്ന് പ്രത്യേകമായിട്ട് കുരിശിൻ്റെ വഴിയിൽ ലൈവ് പ്രോഗ്രാമാണ് നമ്മൾ നടത്തുക. എല്ലാ യൂണിറ്റുകളും പങ്കെടുത്തുകൊണ്ട് ഓരോ സ്റ്റേഷനിലും അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ച് ഈ കുരിശിൻ്റെ വഴി നമ്മൾ ആരംഭിക്കുന്നു. തുടക്കത്തിൽ മുൻവശത്ത് തന്നെ കർത്താവും ഭടന്മാരും മറ്റെല്ലാവരും അണിചേരുന്നുണ്ട്. ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ് നടത്തുന്നത്. നമ്മൾ ഈ വർഷം ഒരു പുതിയ സംരംഭമാണ് തുടങ്ങുന്നത്. അത് എല്ലാവിധത്തിലും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് കഴിയട്ടെ. നമ്മുടേതായ ജീവിതത്തിലും അതിലൂടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം, ശ്രദ്ധിക്കാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ വക്താവായ പീലാത്തോസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന, നസ്രത്തുകാരനായ യേശു എന്ന യുവാവ് താൻ യൂതന്മാരുടെ രാജാവാണെന്ന് പ്രചരിപ്പിക്കുകയും തന്നെ ദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവദോഷം പറയുകയും ചെയ്തു എന്ന കാരണത്താൽ പൊതുജന സമക്ഷം ചാട്ടം കൊണ്ടടിക്കുവാനും കുരിശിലേറ്റുവാനും ഇതിനാൽ കൽപ്പിക്കുന്നു. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. റെഡ് ജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.